നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് BJP അധികാരത്തിൽ വന്നപ്പോൾ വലിയ രീതിയിൽ വാഗ്ദാനം പറയുന്നത് പോലെ പറഞ്ഞൊരു കാര്യമുണ്ട്, മാറേണ്ടത് മാറുമെന്ന്. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. എല്ലാം ചെയ്തു വച്ചിട്ടുള്ള മേയർ ആര്യ രാജന്റെ ഭരണത്തിൽ ഇത്രയും വികസനങ്ങൾ കൊണ്ടുവന്ന തിരുവനന്തപുരത്ത് ഇനി BJP എന്ത് മാറ്റമാണ് കൊണ്ടുവരാനുള്ളതെന്ന് CPM-ഉം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ടെന്ന് BJP-യും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് പറയുന്ന കാര്യം. ഇത്തരത്തിൽ മത്സരങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് ഞെട്ടിച്ചുകൊണ്ട് VV രാജേഷ് മേയർ നിർണായകമായിട്ടുള്ളൊരു പരിപാടിക്ക് ഇറങ്ങുന്നത്. അതായത് നമുക്കറിയാം, ശംഖുമുഖം എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരത്തിന് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന്. ആ ശംഖുമുഖത്ത് വെച്ച് നിർണായകമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് മേയറായിട്ടുള്ള VV രാജേഷ്. അതായത് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ പറയുന്ന ഇതിനു മുൻപ് തിരുവനന്തപുരം കൈവെള്ളയിൽ കൊണ്ട് നടന്നിരുന്ന മേയർ ആര്യ രാജേന്ദ്രൻ, മുൻ മേയർ ആര്യ രാജേന്ദ്രനെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ VV രാജേഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിവസവും 100 കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ശംഖുമുഖം തീരം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷനെ കൊണ്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാലിന്യ കൂമ്പാരമായിട്ട് ആ ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. തീരത്ത് തെരുവുനായ ശല്യമടക്കം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ദിനാഘോഷങ്ങളുടെ ഭാഗമായടക്കം 14 കോടി മുടക്കി പുനർനിർമ്മിച്ച് 1 മാസം മുൻപ് അവിടെ പരിപാടികൾ നടത്തിയെങ്കിലും അതേ തീരത്ത് സമാന രീതിയിലുള്ള അവസ്ഥ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തീരത്തടിഞ്ഞ് കൂടുതൽ അടിഞ്ഞ് വളരെ ദുർഗന്ധവും ഒന്ന് നോക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവിടെയുള്ള ദിവസങ്ങൾ വരുന്നു, സ്ഥലങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ഏറ്റവും പഴക്കമുള്ള ഭക്ഷണാവശിഷ്ടങ്ങളടക്കം അവിടെ വാരി വലിച്ചിടുന്നു എന്നുള്ളതാണ് ഈ തീരദേശത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി. സമീപത്ത് തിരുവനന്തപുരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായിട്ടുള്ള വിമാനത്താവളം അടക്കം ഉണ്ടായിട്ട് പോലും ആ ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് ശുചീകരണം നടത്താൻ സാധിക്കാതെ വളരെ വലിയ മോശമായിട്ടുള്ള രീതിയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആ ഒരു സ്ഥലത്തെ നോക്കിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ അവിടെ വലിയൊരു മാറ്റമാണ് ഇപ്പോൾ VV രാജേഷിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് VV രാജേഷ് നേരിട്ടിറങ്ങി സ്വന്തം കൈകൊണ്ട് മാലിന്യങ്ങൾ വാരുന്നത്, മാലിന്യങ്ങൾ മാറ്റുന്നത്, മാലിന്യങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നത്, അതിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുള്ള യുവാക്കൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് VV രാജേഷ് തന്നെ മാറേണ്ടത് മാറ്റുമെന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട ഓരോ പ്രവർത്തനങ്ങൾക്കും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ചുരുക്കം. നമുക്കറിയാം, മേയർ ആര്യ രാജേന്ദ്രൻ ആയിരുന്ന കാലത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. വലിയ രീതിയിൽ വെള്ളപ്പൊക്കവും പ്രളയ കാലഘട്ടവും ഒക്കെ വന്ന സമയത്ത് വാഹനങ്ങളിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും മടിച്ചു നിന്ന ഒരു മേയറെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ചില വീടുകളുടെ ഒക്കെ മുന്നിൽ വളരെ മോശമായിട്ടുള്ള സാഹചര്യമായിരുന്നു. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഡ്രൈനേജ് സിസ്റ്റം കൃത്യമായിട്ട് കൊണ്ടുവരാത്തത് കൊണ്ട്, കോർപ്പറേഷന്റെ വീഴ്ച കൊണ്ട് ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ ആ അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ മേയർ ആയിട്ടുള്ള ആര്യ രാജേന്ദ്രൻ അത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് പതിവാണ്. അങ്ങനെ മേയർ ആയിട്ട് പദവിയിലിരുന്ന സമയത്ത് ആര്യ രാജേന്ദ്രൻ ഒരു വീട്ടിലേക്ക് പോകുകയും അവിടെ തന്റെ കൈക്കുഞ്ഞുണ്ട്, അതുകൊണ്ട് താൻ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാറിൽ നിന്ന് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയും ഒക്കെ ചെയ്തത് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതായത് ഈ മേയറുടെ കയ്യിൽ അന്നുണ്ടായിരുന്ന കുഞ്ഞിന്റെ അതേ പ്രായമുള്ള ഒരു കുഞ്ഞിനെയും പിടിച്ച് ആ വീട്ടിൽ, മേയർ ഏത് വീട്ടിലാണോ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രശ്നം അറിയാൻ വേണ്ടി കയറി ചെന്നത്, ആ വീട്ടിൽ ഒരു കുഞ്ഞും ആയിട്ട് ഒരു അമ്മ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. 2 കുഞ്ഞുങ്ങൾ, പക്ഷേ അനുഭവിക്കുന്ന 2 അവസ്ഥകൾ എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് വലിയ രീതിയിൽ ചർച്ചയായതാണ്. മേയറായിട്ട് അധികാരമേറ്റതിനു ശേഷം മേയർ ആര്യ രാജേന്ദ്രൻ പരിപാടികളിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ളത് ശരീരത്തിൽ ഒരു ചെളി പോലും തെറിക്കാതെ ശരീരം ഏറ്റവും ക്ലീനായി കൊണ്ടുപോകാൻ പറ്റിയ പരിപാടികൾ, അങ്ങനെയുള്ള പരിപാടികൾക്ക് മാത്രമാണ് എന്ന് ചുരുക്കം. പല പരിപാടികളിലും മേയർ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ പരിപാടിയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഒരുപക്ഷെ ഇല്ലാത്ത പദ്ധതിയുടെയും പരിപാടിയുടെയും പേരിൽ കോർപ്പറേഷനിൽ നിന്ന് ഫണ്ട് തട്ടിമാറ്റാനുള്ള പരിപാടികളായിട്ട് മാറിയ വിവാദങ്ങൾ വേറെയുമുണ്ട്. അതായത് അവാർഡ് പരിപാടികൾക്ക് മാത്രം പങ്കെടുക്കുന്ന മേയർ ആയിരുന്നു മുൻപുണ്ടായിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തിന് കിട്ടിയിരിക്കുന്ന മേയർ അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ
ആളുകൾക്കും ഒപ്പം ചേർന്നുകൊണ്ട് മേയർ എന്നുള്ള ധാർഷ്ട്യമോ ആ ഒരു സ്വഭാവത്തിലുള്ള ആ ഒരു അഹങ്കാരമോ ഒന്നും തന്നെ ഇല്ലാതെ അദ്ദേഹം ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്നുള്ളതാണ്. ഇന്ന് രാവിലെയാണ് മേയറിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള ശംഖുമുഖത്ത് ഇങ്ങനെയൊരു ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നുള്ളതാണ്. നമുക്കറിയാം ശംഖുമുഖത്തെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്നത് കൊണ്ട് തന്നെ ശുചീകരണം എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ രാവിലെ മേയറുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ ചേർന്ന് അവിടെ ക്ലീൻ ചെയ്തു എങ്കിൽ പോലും വൈകുന്നേരമാകുമ്പോഴേക്കും സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു അവസ്ഥയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചുള്ളത്. പക്ഷേ അതിനൊക്കെ ഒരു പരിഹാരം കാണാനുള്ള നടപടികൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ നിലവിലത്തെ ഭരണകൂടം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്ലാനിങ്ങുകൾ നടക്കുകയാണ് എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി അമിത്ഷാ രംഗത്ത് വന്നിരുന്നു, കേരളത്തിലേക്ക് എത്തിയത് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച BJPയെ പ്രശംസിക്കാനും ഒപ്പം BJPയിലൂടെ കേരളം പിടിക്കാനുള്ള ഓരോ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് അമിത്ഷാ കേരളത്തിലേക്ക് എത്തിയത്. അപ്പോൾ തന്നെ കൃത്യമായിട്ട് അദ്ദേഹവും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് തിരുവനന്തപുരത്തെ വികസനം തന്നെയാണ്. അത്തരം വികസനം എന്ന് പറയുന്നത് നമ്മളെ പ്രാഥമികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടുകൊണ്ടുള്ള മുന്നോട്ടുള്ള ചുവടുവെപ്പ് എന്നതിനെ തന്നെയാണ് വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് മേയറായിട്ടുള്ള VV രാജേഷ് പ്രധാനമായിട്ടും പറയുന്നത് ഒരു വികസനം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് സുസ്ഥിര വികസനമാണ് BJP ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്താണ് സുസ്ഥിര വികസനം? അതായത് ഇപ്പോൾ ഉണ്ടാകുന്ന ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഉതകുന്ന അല്ലെങ്കിൽ അവർക്ക് സഹായകരമാകുന്ന ഒരു സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് മാത്രമല്ല, അതിനേക്കാളുപരി വരുന്ന തലമുറയ്ക്ക് കൂടെ ഉപയോഗമാകുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഒരു പക്ഷേ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് പ്രകൃതിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത തരത്തിൽ ഒരു പ്രവർത്തനങ്ങൾ നടത്തി ക്ലീനിങ്ങുകളൊക്കെ നടത്തി കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചുള്ള പ്രവർത്തനങ്ങളെ ഒരുപക്ഷെ നമുക്ക് സുസ്ഥിര വികസനം എന്ന് പറയാം. അത്തരമൊരു വികസനമാണ് BJP ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം വികസനത്തിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള ശംഖുമുഖത്തിന്റെ ഈ ഒരു ക്ലീനിങ്, അതും മേയറായിട്ട് അധികാരമേറ്റതിനു ശേഷം മേയർ VV രാജേഷ് നേരിട്ട് ഇറങ്ങി ചെന്നുകൊണ്ട് ക്ലീനിങ് നടത്തുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് അദ്ദേഹത്തിനുണ്ട് എന്നത് വ്യക്തമായി കഴിഞ്ഞു. നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ ഇനി കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതുവരെയുള്ള ഭരണാധികാരികൾ പൊതുജനങ്ങളോട് ഒന്ന് നേരിട്ട് സംസാരിക്കാൻ പോലും മടി കാണിച്ചിരുന്ന ആളുകളാണെന്ന് പറയുമ്പോൾ അതേ സ്ഥലത്താണ് VV രാജേഷ് ഇത്തരത്തിൽ മനോഹരമായിട്ട് അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. രാഷ്ട്രീയമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ, അദ്ദേഹം ഒരുപാട് അഴിമതികൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് പലരും രംഗത്ത് വരാറുണ്ട്. അങ്ങനെയൊക്കെ എന്തൊക്കെ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ വരുന്നുണ്ട് എങ്കിൽ പോലും അതിന്റെ വസ്തുതകൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ വസ്തുതകൾ പുറത്തു വരാനുണ്ടെങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ ജനങ്ങളുടെ കണ്ണിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് VV രാജേഷ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം അവർക്കൊപ്പം അവരിൽ ഒരാളായിട്ട് പ്രവർത്തിക്കുകയാണ് VV രാജേഷ് എന്നുള്ളതാണ്. വേണമെങ്കിൽ മേയർക്ക് നേരിൽ വന്ന് ഈ മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ചെയ്തിട്ടുള്ളത് പോലെ ഉദ്ഘാടന സമയത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം രണ്ട് പ്ലാസ്റ്റിക് കവർ മാത്രം പെറുക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകാമായിരുന്നു. പക്ഷേ അദ്ദേഹം സജീവമായിട്ട് ആ ഒരു ക്ലീനിങ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ തന്നെ നിൽക്കുകയും കൃത്യമായിട്ട് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലെല്ലാം വൃത്തിയാക്കുകയും ചെയ്യാൻ സഹായിച്ചു എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. എന്തായാലും തിരുവനന്തപുരത്ത് വലിയൊരു മാറ്റങ്ങളാണ് ഇത്തരത്തിൽ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ്. മാതൃകാപരമായിട്ടുള്ള ഒരു നേതാവായിട്ട് VV രാജേഷ് മാറുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഓരോ വാർത്തകളും പുറത്തു വരുമ്പോൾ VV രാജേഷിന് കയ്യടികൾ കൂടുന്നുമുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് BJP അധികാരത്തിലേറിയപ്പോൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു മാറ്റത്തിന്റെ തുടക്കമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളെ നോക്കിക്കാണുകയാണ് ജനങ്ങൾ. എന്തായാലും നിർണായകമായിട്ടുള്ള മറ്റു പല നടപടികളിലേക്കും കടക്കുകയാണ്. തെരുവ് നായ ശല്യം അടക്കമുള്ള നിരവധി വിഷയങ്ങളാണ് BJPക്ക് മുൻപിലുള്ളത്. അത്തരം വിഷയങ്ങൾക്ക് എന്താണ് ഇനി BJP എടുക്കുന്ന നിലപാട് എന്നുള്ളത് തന്നെയാണ് ജനങ്ങളും ഉറ്റുനോക്കുന്നത്.